എത്തിയല്ലേ. അപ്പോൾ ആനുവൽ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിസ്സിൻ്റെ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യണം, ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ദ റൈം. അതായത് ഒരു പോത്തിൻ്റെ 4 വരികൾ നമുക്ക് തന്നിട്ടുണ്ടാവും. ആദ്യത്തെ കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അതേപോലെ തന്നെ ബാക്കി ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് എക്സാമിന് ചോദിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ദ റൈം. വി ആർ സിംഗിങ് ടുഗെദർ വി ആർ ഗുഡ് ഫ്രണ്ട്സ്. എന്താ പറയുന്നത്? വി ആർ സിംഗിങ്, ഞങ്ങൾ പാട്ട് പാടുകയാണ് അല്ലേ. സിംഗിങ് ടുഗെദർ, ഒന്നിച്ച് പാട്ട് പാടുകയാണ്. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. എങ്ങനെയാ പറയുന്നത്? വി ആർ സിംഗിങ് ടുഗെദർ വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഇനി അതിൻ്റെ താഴെ നോക്കിക്കേടാ, വി ആർ ഡാൻസിങ് അല്ലേ, ഞങ്ങൾ ഡാൻസ് ചെയ്യാണ്. ഡാഷ് ടുഗെദർ വി ആർ ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാ ഈ 3 വരികൾ പോലെ തന്നെ കുറച്ച് കുഞ്ഞു മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള വരികളും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ദാ നമുക്ക് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. എന്താണ്? ബ്രാക്കറ്റിൽ ഡാൻസിങ്, ഒരു ബോക്സിൽ ഡാൻസിങ് തന്നിട്ടുണ്ട്, ജമ്പിങ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഡാൻസിങ്ങിനെ അല്ലേ പറയുന്നത്. അപ്പം നമുക്കിവിടെ ഡാൻസിങ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ വരികൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? വി ആർ ഡാൻസിങ് ടുഗെദർ അല്ലേ. യെസ്, ഡാൻസിങ് ടുഗെദർ വി ആർ ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കിതാ ബോക്സിൽ ജമ്പിങ് ഉണ്ടല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി വരികൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്തൂടെ സിമ്പിളായിട്ട്? എങ്ങനെയാണ്? വി ആർ ജമ്പിങ് ടുഗെദർ അല്ലേ. അടുത്ത ലൈൻ നോക്കിക്കേ, വി ആർ സിംഗിങ് ടുഗെദർ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരണം? വി ആർ ജമ്പിങ് ടുഗെദർ അല്ലേ. ലാസ്റ്റ് വരി എന്താ? വി ആർ ഗുഡ് ഫ്രണ്ട്സ്. അത് അതേപോലെ തന്നെ നമുക്ക് എഴുതാം. നോക്കിക്കേ, വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഓക്കെ, നോക്കിക്കേ, വി ആർ സിംഗിങ് ടുഗെദർ വി ആർ ഗുഡ് ഫ്രണ്ട്സ്. വി ആർ ഡാൻസിങ് ടുഗെദർ വി ആർ ഗുഡ് ഫ്രണ്ട്സ്. വി ആർ ജമ്പിങ് ടുഗെദർ വി ആർ ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിക്കേടാ. ദ ഗ്രേ കിറ്റൺ woke up early, he looked around. നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കിറ്റൻസിനെ കാണാം. ഒന്നെന്താണ്, ഒരു മാറ്റിൻ്റെ പുറത്താണല്ലേ, ഒന്നൊരു ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലാണ്, ഒരാൾ ഒരു ടേബിളിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അടിപൊളിയായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ പ്രോപ്പർ വേർഡ്സ് ഫ്രം ദ ഗിവൺ ബുക്സ്. എന്താണ്? ദ റെഡ് കിറ്റൺ ഡാഷ് എ ബാസ്ക്കറ്റ്. റെഡ് കിറ്റൺ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലല്ലേ. അതിന് നമ്മൾ എന്താ പറയുക? ഇന്നാണോ, പെന്നാണോ, ഫ്ലോർ ആണോ, ഓണാണോ, ടേബിൾ ആണോ? ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ റെഡ് കിറ്റൺ ഇൻ എ ബാസ്ക്കറ്റ് അല്ലേ. ദ റെഡ് കിറ്റൺ ഇൻ എ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞു. അടുത്ത് നോക്കിക്കേടാ. ദ ബ്ലാക്ക് കിറ്റൺ ഡാഷ് ദ ടേബിൾ. ബ്ലാക്ക് കിറ്റൺ ടേബിളിൻ്റെ മുകളിലല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക? ഇന്നാണോ, പെന്നാണോ, ഫ്ലോർ ആണോ, ഓൺ ആണോ, ടേബിൾ ആണോ? എന്താണ്? യെസ്, ഓൺ വരും അല്ലേ. ടേബിളിൻ്റെ മുകളിൽ എന്നർത്ഥം വരുന്നത് എങ്ങനെയാണ്? ഓൺ ദ ടേബിൾ അല്ലേ. ദ ബ്ലാക്ക് കിറ്റൺ ഓൺ ദ ടേബിൾ. അടുത്ത നോക്കിക്കേ, ദ ബുക്ക് ഓൺ ദ ഡാഷ്. ബുക്ക് എവിടെയായിരിക്കുന്നത്? ടേബിളിൻ്റെ മുകളിലല്ലേ. അപ്പോൾ എങ്ങനെയാ പറയുന്നത്? ദ ബുക്ക് ഓൺ ദ ടേബിൾ. എങ്ങനെ പറയാം? ദ ബുക്ക് ഓൺ ദ ടേബിൾ. അടുത്ത നോക്കിക്കേ, എ ഡാഷ് ഇൻ എ ഗ്ലാസ്. ഒരു ഗ്ലാസ്സിൽ എന്തോ ഉണ്ടല്ലേ. എന്തായത്? ഈ ഒരു ബോക്സിൽ നോക്കിക്കേ, ഇന്നാണോ, പെന്നാണോ, ഫ്ലോർ ആണോ, ഓൺ ആണോ, ടേബിൾ ആണോ? അല്ല, ഈ ഗ്ലാസിൻ്റെ മുകളിൽ എന്താണ്? ഒരു പെന്നാണ്. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, എ പെൻ ഇൻ എ ഗ്ലാസ്. എങ്ങനെ പറയാം? എ പെൻ ഇൻ എ ഗ്ലാസ് എന്ന് പറയാം. ലാസ്റ്റ് നോക്കിക്കേടാ. ദ മാറ്റ് ഈസ് ഓൺ ദ ഡാഷ്. ദ മാറ്റ് ഈസ് ഓൺ ദ ഡാഷ്. മാറ്റ് എന്തിൻ്റെ മുകളിലാണുള്ളത്? പെന്നിൻ്റെ മുകളിലാണോ, ഇന്നിൻ്റെ മുകളിലാണോ, ഫ്ലോറിൻ്റെ മുകളിലാണോ, ഓൺ ആണോ, ടേബിൾ ആണോ? ഏതാണ്? ഫ്ലോറിൻ്റെ മുകളിലാണല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം? ദ മാറ്റ് ഈസ് ഓൺ ദ ഫ്ലോർ. ദ മാറ്റ് ഈസ് ഓൺ ദ ഫ്ലോർ എന്ന് അടിപൊളിയായിട്ട് പറഞ്ഞു. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.